പണ്ടൊക്കെ നമ്മൾ വേദ പറയുമ്പോൾ അല്ലാഹ് എന്ന് പറയുമ്പോൾ സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു അല്ലേ, ഖാലല്ലാഹു അസ്സ വജൽ എന്ന് പറയുമ്പോൾ സുബ്ഹാനഹു വ തആല. എന്തായി സുബ്ഹാന എന്ന് പറഞ്ഞാൽ? ഒരു ന്യൂനതയുമില്ലാത്തവനാണ് റബ്ബേ നീ. നമ്മളൊക്കെ ന്യൂനതകളുള്ളവരാ, മറന്നുപോകും, ദേഷ്യപ്പെടും, ഉറക്കമുണ്ട്, ക്ഷീണമുണ്ട്. അള്ളാഹ്ക്ക് അതൊന്നുമില്ല, മറവിയില്ല, ഒന്നുമില്ല. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല. ഇത് അള്ളാഹിൻ്റെ പേര് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാന എന്ന് പറയണമെന്നാണ്. അള്ളാഹു സുബ്ഹാന. അള്ളാഹിനെ പറ്റി അവൻ ഇവൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. അള്ളാഹുവിനെ പറ്റി അങ്ങ്, അവിടുന്ന് എന്ന് പറയാൻ കഴിയുമെങ്കിൽ അങ്ങനെ പറയണമെന്നാണ്. നമ്മളെന്ത് നീ എന്നൊക്കെ പറയണതെന്ന് ചോദിച്ചാൽ ഭാഷയിൽ അങ്ങനെ പറ്റുന്നുള്ളൂ, ഭാഷയിൽ അങ്ങനെ നമുക്ക് കഴിയുള്ളൂ. അവർ എന്ന് പറയുമ്പോൾ ഒന്നിലേറുണ്ടോ എന്ന് തോന്നിപ്പോകും, അതൊന്നും പറയാൻ വയ്യ. അവളൊന്നും പറയാൻ വയ്യ, പെണ്ണായിപ്പോകും. അള്ളാഹുവിന് ജെൻഡർ കൊടുക്കാൻ പറ്റില്ല. അള്ളാഹു ജെൻഡറുള്ളവനല്ല. പിന്നെ ആകെ അവൻ ഹീ എന്നൊക്കെ പറയാനേ പറ്റുന്നുള്ളൂ ഭാഷയിൽ. അതുകൊണ്ട് പറയാം എന്നല്ലാതെ ഓൻ തീരുമാനിച്ചു. ആരെ പറ്റിയാണ് നമ്മൾ ഈ പറയണത്? അള്ളാഹുവിനെ പറ്റി ഇത്ര നിസ്സാരമായിട്ട് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ടോ എന്ന് ഞാൻ പേടിക്കുകയാണ്. മുത്തുനബിയെ പറ്റി പറയുമ്പോൾ അങ്ങനെ പറയുമോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അപ്പോൾ അള്ളാഹുവിനെ പറ്റി അതിലേറെ ബഹുമാനത്തിലല്ലേ നമ്മൾ കാണേണ്ടത്, അല്ലേ? അപ്പോൾ അള്ളാഹുവിനെ പറ്റി അവൻ എന്നൊക്കെ പറയുന്നത് വേറെ ഒരു വാക്കതിന് പകരം വെക്കാനില്ലാത്തത് കൊണ്ടാണ്. അവർ എന്ന് പറഞ്ഞു പോകുമ്പോൾ ഒന്നിലേറെ ഉണ്ടോ? അള്ളാഹു അഹദാണല്ലോ. അവർ എന്നത് ഒന്നിലേറെയുള്ള ആളുകൾക്ക് പറയുന്നതല്ലേ? അതുകൊണ്ടൊക്കെയാണ് അവൻ എന്ന് പറഞ്ഞു പോകുന്നത്. അള്ളാഹുവേ നീ, താങ്കൾ എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അങ്ങ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയാം, അവിടുന്ന് എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങ്, എന്തൊക്കെ ബഹുമാനം നമുക്ക് കാണിക്കാൻ പറ്റും നമ്മുടെ ഭാഷയിൽ. എന്നാൽ അത് ബഹുത്വത്തെ സൂചിപ്പിക്കാത്ത തരത്തിലുള്ള വാക്കുകൾ, ഒന്നിലേറെ എന്ന് സൂചിപ്പിക്കരുത്. അള്ളാഹ് ഒന്നാണ്. അതിന് ആ ഒരു അർത്ഥത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ പറ്റി പറയാവുന്ന ഏറ്റവും നല്ല വാക്കുകളെ റബ്ബിനെ കുറിച്ച് പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ചോദ്യം ചെയ്ത് എന്തായിരിക്കും അവസ്ഥ? ഒരു പോലീസിനെ ബഹുമാനില്ലാണ്ട് വിളിച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്യൂലേ, വിളിക്കൂലേ? ഒരു ജഡ്ജിയോട് ബഹുമാനില്ലാണ്ട് സംസാരിച്ചാൽ കേസെടുക്കൂലേ? എടുക്കും. അപ്പോൾ അള്ളാഹുവിനെ പറ്റിയോ? അള്ളാഹുവിനെ പറ്റി നമുക്ക് കൂളായിട്ട് പറയാം. അങ്ങനെ പറയരുത്. വളരെ കരുതലോടുകൂടെ പറയാനേ പറ്റൂ. അത്രയും ബഹുമാനത്തിലും ആദരവിലേ അത് പറയാൻ പാടുള്ളൂ.